നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മറ്റുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് വരാൻ പോകുന്ന 2025 പുതുവർഷം വളരെ ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കുമെന്നതിൽ സംശയമൊന്നും വേണ്ട. കാരണം അത്രത്തോളം ഗ്രഹങ്ങളുടെ മാറ്റത്തിന് വിധേയമാക്കപ്പെടുന്ന ഒരു വർഷം കൂടിയാണ് 2025 എന്ന പ്രത്യേകതയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. അത് രാജയോഗം സിദ്ധിക്കുന്ന നക്ഷത്രക്കാരുണ്ട് 2025. അതേപോലെ ഗജകേസരി യോഗം സിദ്ധിക്കുന്ന നക്ഷത്രക്കാരുണ്ട്. അതിനൊക്കെ അപ്പുറമായി ഏവരും ആഗ്രഹിക്കുന്ന ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്രക്കാരും 2025 അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുന്ന ഒരു വേളയിൽ 2025 27 നക്ഷത്രക്കാർക്കും ഭാഗ്യദായകമായ ഒരു വർഷമാണെന്ന് തന്നെയാണ് അനുമാനിക്കേണ്ടത്. നിങ്ങൾ ഇതുവരെ വിഷമിച്ചത് കഷ്ടപ്പെട്ടതിനൊക്കെയും ഫലമെന്നോണം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു വർഷമായിരിക്കും 2025. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് 2025 രാജയോഗം സിദ്ധിക്കാൻ പോകുന്ന 9 നക്ഷത്രക്കാർ ആരൊക്കെ, ഗജകേസരി യോഗം സിദ്ധിക്കാൻ പോകുന്ന നക്ഷത്രക്കാർ ആരൊക്കെ, അതേപോലെ തന്നെ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്ന മഹാഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെ എന്നൊക്കെയാണ്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ആദ്യം നമുക്ക് നോക്കാം രാജയോഗം സിദ്ധിക്കാൻ പോകുന്ന ആ 9 ഭാഗ്യശാലികൾ ആരൊക്കെയെന്ന്. അതിലാദ്യത്തെ 3 നക്ഷത്രങ്ങളാണ് പൂരാടം, പൂരം, ഭരണി. രാജയോഗം സിദ്ധിക്കുന്ന നക്ഷത്രങ്ങളിൽ ആദ്യത്തെ 3 നക്ഷത്രങ്ങൾ ഇതൊക്കെയാണ്. 2025 എന്ന വരാൻ പോകുന്ന പുതുവർഷം ജീവിതത്തിൽ പല വിധേനയുള്ള മാറ്റങ്ങൾക്കും നിങ്ങൾ വിധേയമാക്കപ്പെടുന്ന ഒരു വർഷമായിരിക്കും. കഴിഞ്ഞുപോയ വർഷങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞുപോയ വർഷങ്ങൾ ഉണ്ടായ വ്യതകളെ ഓർത്ത് വിഷമിച്ച നിങ്ങൾക്ക് ഒരു ഭാഗ്യത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ സമയമായിരിക്കും വരാൻ പോകുന്ന 2025. കടങ്ങളൊക്കെയും തീർക്കപ്പെടുന്ന ഒരു വർഷമായിരിക്കും. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങളിലേക്ക് ഭാഗ്യം വരുന്നതിനനുസരിച്ച് നിങ്ങളെ ബാധിച്ചിട്ടുള്ള കടങ്ങൾ ഒക്കെയും നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതകളൊക്കെയും ഒന്നൊന്നായി നിങ്ങൾക്ക് തീർത്തെടുക്കാനായി 2025 സാധിക്കുന്നതാണ്. നിങ്ങളുടെ കർമ്മമേഖല ശക്തമാക്കപ്പെടുന്ന ഒരു വർഷമായിരിക്കും. അപ്പോൾ കർമ്മമേഖല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന മേഖല നിങ്ങളുടെ കർമ്മമേഖല എങ്കിൽ ജോലി ചെയ്യാത്ത ആളുകളുടെ കാര്യമൊന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കർമ്മമേഖല ശക്തമാകും എന്നതിനർത്ഥം നിങ്ങൾക്ക് ജോലി സിദ്ധിക്കുമെന്നാണ്. അത് ചിലപ്പോൾ വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം സ്വദേശത്ത് തന്നെയായിരിക്കും. ഗവൺമെൻറ് ഉദ്യോഗം ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും ആകാം. ഏത് വിധേനയായാലും 2024 പൂരാടം, പൂരം, ഭരണി തുടങ്ങിയ നക്ഷത്രക്കാർക്ക് രാജയോഗം സിദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് കർമ്മമേഖല നേട്ടവും പ്രശസ്തിയും അംഗീകാരവുമാണ് കൂടുതലായി ഉണ്ടാകാൻ പോകുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന വരുമാനങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു സമയം ഉണ്ടാകുന്നത്. അതിൻ്റെ ഫലമായി നല്ല ജോലി ഉണ്ടാകും. വിദേശത്ത് പോകാൻ ആഗ്രഹമെങ്കിൽ അങ്ങനെ, സ്വദേശത്ത് തന്നെ നിൽക്കണമെന്നാണെങ്കിൽ അങ്ങനെ, ഏത് വിധേനയും ജോലി നിങ്ങളിൽ എത്തിച്ചേർന്നേ മതിയാവും, ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതി ഉള്ളതിനാൽ തന്നെ. അപ്പോൾ 2025 ഫെബ്രുവരിയിലായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള വിദേശ ഭാഗ്യം നിങ്ങളെ അനുഗ്രഹത്തിൽ വരുന്നത്. 2025 ഫെബ്രുവരിയോടുകൂടി വിദേശത്ത് പോകാനുള്ളതാണെങ്കിൽ നിങ്ങളുടെ ആ ആഗ്രഹം പൂവണിയുന്നതാണ്. അല്ലെങ്കിൽ സ്വദേശത്ത് തന്നെ ജോലിയാണെങ്കിൽ ആ ആഗ്രഹവും 2025 ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് വളരെയേറെ ആഗ്രഹിച്ച ഒരു കാര്യം നടന്നു കിട്ടുന്ന സമയമാണ്. അതേപോലെ തന്നെ ആ 12 മാസക്കാലം ഒന്നൊന്നായി കാര്യങ്ങൾ പലതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു സമയമാണ്. അതിൽ എടുത്തു പറയുന്നത് ഈ കർമ്മമേഖലയാണ്. കർമ്മമേഖല മുഖേന നിങ്ങളിലേക്ക് നേട്ടങ്ങൾ എത്താൻ പോകുന്ന, കടങ്ങളൊക്കെയും തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. രാജയോഗ തുല്യമായ ഒരു ജീവിതം തന്നെ നിങ്ങൾക്ക് നയിക്കാനായി 2025 സാധിക്കുന്നതാണ്. അടുത്ത 3 നക്ഷത്രങ്ങൾ അനിഴം, പൂയം, ഉത്രട്ടാതി. രാജയോഗം തുടങ്ങുന്ന അടുത്ത 2025 രാജയോഗം തുടങ്ങുന്ന അടുത്ത 3 നക്ഷത്രക്കാർ ഇവരാണ്. സമ്പൂർണമായ ഒരു ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയായിരിക്കും. രാജയോഗം നിറഞ്ഞ ഒരു വർഷമാണ് വരാൻ പോകുന്ന 2025. ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി വളരെ വലിയ തോതിൽ ഈ നക്ഷത്രക്കാരിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരുമാനം വർദ്ധിക്കും. പല വിധേനയുള്ള പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങളാൽ തുറക്കപ്പെടേണ്ടി വരും 2025. സമാധാനം എന്തെന്ന് അറിയാതിരുന്ന അവസരങ്ങൾ ഉണ്ടായിരുന്നു. അവസരങ്ങളൊക്കെയും മാറി സമാധാനം ഉണ്ടാകുന്ന ഒരു രീതി നിങ്ങൾക്ക് സംജാതമാകുന്നതായിരിക്കും.
ജൂൺ മുതൽ വളരെ വലിയ നേട്ടത്തിനൊക്കെ നിങ്ങൾ വിധേയമാക്കപ്പെടുന്ന ഒരു വർഷമാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ഒരു സമയമാണ്. ഇനി രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിങ്ങളാൽ പല കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യാനും അതുവഴി പ്രശസ്തി തുടർന്ന് വലിയ മറ്റുള്ള നിലകളിലേക്കൊക്കെ ശോഭിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അംഗീകാരം തേടിയെത്തുന്നൊരു സമയമാണ്. അനിഴം, ഉത്രട്ടാതി, പൂയം തുടങ്ങിയ നക്ഷത്രക്കാർക്ക് രാജയോഗ സമയമാണ്. 2025 ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. ബന്ധു സമാഗമം, ബന്ധുക്കളെയൊക്കെ ചില കാരണങ്ങളാൽ വിരോധിക്കപ്പെടുകയും അല്ലെങ്കിൽ അവരുടെ വിരോധം നമ്മൾക്കുണ്ടാകുകയൊക്കെ ചെയ്ത് അകന്നു മാറിയ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയ്ക്കാണ് ഇവിടെ മാറ്റം ഉണ്ടാകാൻ പോകുന്നത്. വീണ്ടും ബന്ധു സമാഗമം ഉണ്ടാകുന്ന ഒരു വർഷമാണ്. അന്യദേശവാസം നിങ്ങൾക്കും ഉണ്ടാകുന്ന സമയമാണ്. അനിഴം, ഉത്രട്ടാതി, പൂയം തുടങ്ങിയ നക്ഷത്രക്കാർ. കാരണം രാജയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഒരു സമയമായതിനാൽ സ്വന്തം ദേശം വിട്ട് അന്യദേശത്ത് പോവുകയും അന്യദേശ ധനം സമ്പാദിക്കാനുള്ളൊരു ഭാഗ്യം കൂടി നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതായിരിക്കും. തൃക്കേട്ട, രേവതി, ആയില്യം ഇതാണ് അടുത്ത 3 നക്ഷത്രങ്ങൾ. 2025 രാജയോഗം സിദ്ധിക്കുന്ന നക്ഷത്രക്കാർ. രാജയോഗം എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് എല്ലാം ഉണ്ട്. എല്ലാവിധേനയുള്ള സുഖഭോഗങ്ങളും അറിയാനുള്ള ഭാഗ്യമായിരിക്കും. സാമ്പത്തിക വളർച്ച അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല. സാമ്പത്തികമായി നമ്മുടെ കയ്യിലേക്ക് ധനം കയ്യിലേക്ക് വന്നെത്തുമ്പോഴാണ് എല്ലാ ഗുണകരമായ കാര്യങ്ങളും അനുഭവിക്കാനുള്ള ഒരു യോഗം കൂടി തെളിയുന്നത്. അതിൽ യഥാർത്ഥമായി പരമപ്രധാനമായി പറയേണ്ടത് സാമ്പത്തികമാണ്. സമ്പത്തിൻ്റെ തോത് ഗണ്യമായ രീതിയിൽ വർദ്ധിക്കുമ്പോൾ ബാക്കിയുള്ള സുഖഭോഗങ്ങളൊക്കെ നമ്മൾക്ക് അനുഭവത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യുന്നതാണ്. അതുപോലെ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ കാര്യം, അത്ര ഈ വീഡിയോ കേൾക്കുന്നവർ നമ്മൾക്ക് അടുത്ത വർഷം എങ്ങനെയായിരിക്കും ബിസിനസ് നേട്ടം ഉണ്ടാകുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷമായിരിക്കും. ഇപ്പോൾ ഉള്ള അവസ്ഥയൊന്നുമല്ല ഇനി വരാൻ പോകുന്നത്. 2025 വളരെ നേട്ടത്തിൻ്റെ സമയമാണ്. ബിസിനസ് വ്യാപിപ്പിക്കാൻ സാധിക്കുമെന്ന്. ഇപ്പോൾ ബിസിനസ് അടച്ചുപൂട്ടാൻ നിർത്താമെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടാകും. പക്ഷേ 2025 അങ്ങനെയല്ല. പുതിയ രീതിയിലേക്ക് വ്യാപിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ്. സമൂഹത്തിൽ മാന്യത, അംഗീകാരം ഒക്കെ വർദ്ധിക്കുന്ന ഒരു മതിപ്പ് ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും. അതേപോലെ തന്നെ വാഹന യോഗം കാണുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ വാഹനം വന്നു ചേരാനുള്ള ഒരു യോഗം 2025 കാണുന്നുണ്ട്. ഇപ്പോൾ വാഹനം ഒന്നുമില്ലാന്ന് വ്യസനിക്കുന്ന ആളുകൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഒന്നല്ല 2 വാഹനങ്ങളോളം വാങ്ങിക്കാനുള്ള, അത് 2 ഒരുമിച്ച് വാങ്ങിക്കുമെന്നല്ല, ആ ഒരു വർഷക്കാലം 2025 എന്നൊരു വർഷക്കാലം ഒന്നിന് പിറകെ ഒന്നെന്നോളം 2 വാഹനങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് വരാനുള്ള ഒരു ഭാഗ്യം കൂടി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നുണ്ട്. കുടുംബ ബന്ധങ്ങൾ ദൃഢമാകുന്ന ഒരു വർഷമാണ്. ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി വീണ്ടും സഹോദര ബന്ധം, മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം, മക്കൾ നിമിത്തമുള്ള ബന്ധം ഒക്കെയും ദൃഢമായി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു ഭാഗ്യം കൂടി ഈ രാജയോഗം നിമിത്തം നിങ്ങൾക്ക് സിദ്ധിക്കുന്നുണ്ട്. ഇനി പറയാൻ പോകുന്നത് 2025 ഗജകേസരി യോഗം സിദ്ധിക്കുന്ന ഭാഗ്യശാലികളായ നക്ഷത്രക്കാരൊക്കെയെന്നാണ്. അതിൽ ഉത്രം, കാർത്തിക, ഉത്രാടം തുടങ്ങിയ നക്ഷത്രക്കാർക്ക് 2025 ഗജകേസരി യോഗം സിദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി ശരിയായ രീതിയിൽ നിങ്ങളിലേക്ക് അനുഗ്രഹഭാവങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും. സാമ്പത്തികമായി ഗണ്യമായ തോതിലുള്ള ഒരു കുതിച്ചുചാട്ടമായിരിക്കും നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ ഒന്നുമില്ല എൻ്റെ കയ്യിൽ, ഇപ്പോൾ ധനമില്ല, മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, മുന്നോട്ട് ആകെ ഒരു മങ്ങലാണ്, അല്ലെങ്കിൽ മരവിച്ച് നിൽക്കുകയാണെന്നൊക്കെയുള്ള ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും അങ്ങനെയുള്ള ആളുകൾ. അപ്പോൾ എന്ത് കുതിച്ചു ചാടാനാണെന്ന് ചോദിച്ചാൽ ഭഗവാനല്ലേ അനുഗ്രഹങ്ങൾ തരുന്നത്. അദ്ദേഹത്തിന് നിങ്ങളുടെ ഇതുവരെയുള്ള കഷ്ടപ്പാട് അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. നമ്മൾക്ക് ഏതൊരു മനുഷ്യനും ഇത്ര നാൾ കണ്ണീരനുഭവിക്കണം, കണ്ണീര് കുടിക്കണം, അല്ലെങ്കിൽ വിഷമിക്കണം എന്നൊക്കെ എഴുതി വെച്ചിട്ട് നമ്മളെ ഇങ്ങോട്ട് വിടുമ്പോൾ അതൊക്കെ നമുക്ക് അനുഭവത്തിൽ വന്നേ മതിയാവൂ. അതൊക്കെ മാറാൻ നിമിഷ നേരങ്ങൾ മതി. അപ്പോൾ നിങ്ങൾ ഈ അനുഭവിച്ച വിഷമങ്ങളൊക്കെ ഇവിടെ തീർന്നിട്ട് ഈ 2025 കുതിച്ചുചാട്ടത്തിൻ്റെ നേട്ടത്തിൻ്റെ ഒരു സമയം തുടങ്ങാൻ പോവുകയാണ്. ഗജകേസരി യോഗമാണ്. സാമ്പത്തികമായി ഒരു കുറവുകളും നിങ്ങൾക്കുണ്ടാകാത്ത ഒരു വർഷം തന്നെയായിരിക്കും. ഇത് ഉറപ്പായ കാര്യമാണ് പറയുന്നത്. ഒരു ജൂലൈ മാസമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ബെസ്റ്റായ സമയമായിരിക്കും വരാൻ പോകുന്നത്. അതായത് 2025 ജൂലൈ മാസത്തിലായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായ പല കാര്യങ്ങളും ഉണ്ടാകാൻ പോകുന്നത്. ജീവിത ചുറ്റുപാടിൽ നിന്ന് ഇതുവരെയുള്ള ആ ഒരു ചുറ്റുപാടിൽ നിന്ന് ഗണ്യമായ രീതിയിലുള്ള ഒരു അഴിച്ചുപണി നിങ്ങൾക്ക് നടക്കുന്ന ഒരു സമയമാണ് 2025. ഇപ്പോഴുള്ള ദാരിദ്ര്യം, കഷ്ടപ്പാട്, രോഗങ്ങൾ, ദുരിതങ്ങൾ, അപഹാസ്യരാകുന്ന അവസ്ഥ, പരിഹസിക്കപ്പെടുന്ന അവസ്ഥ തുടങ്ങിയ അവസ്ഥകളൊക്കെയും മാറി അവിടെ ഒരു പറിച്ചു നടൽ നടക്കാൻ പോവുകയാണ് 2025 ഗജകേസരി യോഗം നിമിത്തം. മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് എന്നെ മക്കൾ നോക്കുന്നില്ല, അല്ലെങ്കിൽ മക്കൾക്ക് വെറുപ്പാണ്, അല്ലെങ്കിൽ ദേഷ്യമാണെന്നൊക്കെ. അതൊക്കെ ഈ ഗ്രഹങ്ങളുടെ ഒരു ശത്രുഭാവത്തിൽ നമ്മളെ നോക്കുമ്പോൾ നമ്മൾ വളർത്തിയ നമ്മുടെ മക്കൾ പോലും ചിലപ്പോൾ നമുക്കെതിരെ തിരിഞ്ഞെന്ന് വരാം. പക്ഷേ അവിടെ ഈ ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതി നമ്മളിലേക്ക്, അല്ലെങ്കിൽ അനുകൂല ഭാവം നമ്മളിലേക്ക് എത്തുമ്പോൾ
എത്രത്തോളം ശത്രുവാണെന്ന് പറഞ്ഞിരുന്നവർ പോലും നമുക്ക് അനുകൂലമായി മാറുകയും ചെയ്യും. അങ്ങനെ ഒരു വർഷമാണ് വരാൻ പോകുന്നത് 2025. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലി സിദ്ധിക്കുന്ന ഒരു സമയമാണ്. സുഖഭോഗങ്ങളൊക്കെയും നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. ഉത്രം, കാർത്തിക, ഉത്രാടം തുടങ്ങിയ നക്ഷത്രക്കാർക്ക് 2025. അടുത്ത 3 നക്ഷത്രങ്ങൾ ചതയം, തിരുവാതിര, ചോതി. ഗജകേസരി യോഗം 2025 സിദ്ധിക്കുന്ന 3 നക്ഷത്രങ്ങൾ ഇവയൊക്കെയാണ്. പുനർജന്മ സമയമായിരിക്കും 2025. ചോതി, ചതയം, തിരുവാതിര നക്ഷത്രക്കാർക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ ഉണ്ടായിരുന്ന ആ അവസ്ഥയിൽ നിന്നൊരു മാറ്റം എന്നോണം ഒരു പുതിയ ജന്മത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും എന്നതാണ് ഇവിടെ പറയുന്നത് 2025. അത് മാർച്ച് മാസം മുതൽ. ഇപ്പോൾ ജോലിയില്ലാതെ വലയുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങൾ കേൾക്കുക. മാർച്ച് മാസം മുതൽ നിങ്ങൾക്ക് ജോലി ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. അത് സ്വദേശത്തേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കുന്നത് വിദേശവാസവും വിദേശ ധനസമ്പാദ്യമാണ് സിദ്ധിക്കുന്നത്. അതേപോലെ തന്നെ ആരോഗ്യസ്ഥിതി കൊണ്ട് പലവിധേനയുള്ള ബുദ്ധിമുട്ടുകളാൽ വലഞ്ഞ ആളുകൾക്ക് സമ്പൂർണ്ണമായ ആരോഗ്യസ്ഥിതി എത്തപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാക്കുന്ന വർഷമായിരിക്കും 2025. മാർച്ച് 29 മഹാശനിമാറ്റം വരുന്നുണ്ട്. അതിനുശേഷം നിങ്ങളെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്നൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ സാമ്പത്തികമായി ഉയരാൻ പോവുകയാണ്. സമ്പത്തില്ല, കുടുംബത്തിൽ തന്നെ ആകെ തഴയപ്പെട്ട അവസ്ഥ, അല്ലെങ്കിൽ കളിയാക്കപ്പെട്ട അവസ്ഥ, കൂടെയുള്ള കൂട്ടുകാരൊക്കെ നല്ല നിലയിലെത്തും. നമ്മളെ കൊണ്ട് ഒന്നും ആകാൻ പറ്റുന്നില്ല, വിവാഹം കഴിക്കേണ്ട പ്രായത്തിൽ അത് നടന്നില്ല, അല്ലെങ്കിൽ കുട്ടികളുണ്ടാകണ ആ ഒരു സമയം. അപ്പോൾ ഈ ഒരു സമയങ്ങളിലൊന്നും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ പറയാറുണ്ട്, ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജോലി അല്ലെങ്കിൽ പഠിത്തം, എങ്ങനെയാണ് പിന്നെ 22 വയസ്സ്, 25 വയസ്സ്, 28 അല്ലെങ്കിൽ 29 വയസ്സൊക്കെയാവും വിവാഹപ്രായം. പിന്നീട് ആ ഒരു പ്രായഘട്ടങ്ങളിൽ നമ്മൾ പറയുമ്പോഴും ഇന്ന ലെവലിൽ എത്തണം ഒരു മനുഷ്യൻ. അതാണ് അവൻ്റെ വിജയത്തിൻ്റെതായിട്ടുള്ള ഒരു പടിക്കെട്ടെന്ന് പറഞ്ഞ് നമ്മൾ അതിനെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഈ ഒരു കാര്യങ്ങളൊന്നും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ, ചതയം, തിരുവാതിര, ചോതി തുടങ്ങിയ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ആ പറയപ്പെടുന്ന രീതിയിലൊന്നുമല്ല കാര്യങ്ങൾ എത്തപ്പെട്ടത്. ഇപ്പോഴും ജോലിയും കൂലിയും ഇല്ലാതെ നടക്കപ്പെടുന്നു, വിവാഹം നടന്നിട്ടില്ല, കുട്ടികളായിട്ടില്ല, അങ്ങനെയുള്ള വിഷമങ്ങൾ കൊണ്ട് മനസ്സാകെ ഒരു മതിക്കപ്പെട്ട അവസ്ഥ. അതായത് ആകെ ഒരു ഉഴുതു മറിഞ്ഞു കിടക്കുന്ന ഒരു വയൽ പോലെ കിടക്കുകയാണ്. ഒന്നും അങ്ങോട്ട് ആവുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. പഠിത്തമെന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് എല്ലാം കയ്യിലുണ്ട്, പക്ഷേ ഒന്നിനും ഒരു നേട്ടത്തിലെത്തിയില്ല എന്നൊക്കെ വ്യസനിക്കുന്ന ആളുകളില്ലേ, അവർ കേൾക്കാൻ കൂടിയാണ് ഇത് പറയുന്നത്. ആ ഒരു അവസ്ഥയും കടന്ന് നിങ്ങൾ ഇപ്പുറത്ത് മറുകര താണ്ടിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആ കരകാണ കടൽ നീന്തി നിങ്ങൾ ഒരു മറുവശത്ത് എത്തപ്പെട്ടിരിക്കുന്നു. ഈ വേളയിൽ 2025 ഗജകേസരി യോഗമാണ് വരുന്നത്. എല്ലാവിധ ഭാഗ്യ സന്തോഷങ്ങളും അനുഭവത്തിൽ വരുന്ന ഒരു വർഷം തന്നെയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് വ്യസനിക്കാതിരിക്കുക. സന്തോഷത്തിൻ്റെ സമയമാണ് എത്തപ്പെട്ടത്. ഇനി ഏവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ലോട്ടറിയൊക്കെ എടുക്കുന്നവരായിരിക്കും ഭൂരിഭാഗം ആളുകൾ. ചിലവർ ധാരാളം എടുക്കുന്നവരുണ്ട്. അതൊരു അഡിക്ഷനായിട്ട് കൊണ്ട് നടക്കുന്നതൊന്നും നല്ലൊരു കാര്യമല്ല. കാരണം അത് സമ്മാനം ലഭിക്കാതെ വരുമ്പോൾ അതൊരു വിഷമത്തിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും. പക്ഷേ വല്ലപ്പോഴും 1-2 ഒക്കെ എടുക്കുന്നതിൽ തെറ്റ് പറയാനില്ല. ഭാഗ്യം എപ്പോഴാണ്, ഭാഗ്യദേവതയുടെ അനുഗ്രഹം എപ്പോഴാണ് സിദ്ധിക്കുന്നതെന്ന് നമ്മൾക്കറിയാൻ സാധ്യമല്ല. പക്ഷേ 2025 എനിക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ടാകുമോ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ 2025 ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്ന 3-4 നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആയില്യം, മകയിരം, പൂരാടം, രേവതി. ഈ നക്ഷത്രക്കാർക്ക് 2025 ഒരു മഹാഭാഗ്യം നിങ്ങളെ തേടിയെത്താൻ പോവുകയാണ്. അത് ലോട്ടറിയുടെ രൂപത്തിലായിരിക്കും തേടിയെത്താൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ 12 മാസക്കാലവും എപ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണമെന്നല്ല പറയുന്നത്. ചില സമയങ്ങളിൽ നമ്മളുടെ മനസ്സിലൊരു ഉൾവിളി ഉണ്ടാകുന്നു, ഇതിപ്പോൾ എടുക്ക്, നിനക്ക് നേട്ടത്തിൻ്റെ സമയമാണ്. അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഈ 2025 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള സമയത്തിൽ തോന്നുന്നെങ്കിൽ ആ നിമിഷം നിങ്ങൾ എടുക്കേണ്ടതാണ്. കാരണം എന്തെന്നാൽ വ്യാഴം, ശനി, ചൊവ്വ, ശുക്രൻ, ബുധൻ തുടങ്ങിയ ഗ്രഹങ്ങളുടെ ശുഭദൃഷ്ടി നിങ്ങളിൽ എത്തപ്പെട്ടിട്ടുണ്ട്. 2025 എത്തപ്പെട്ടിട്ടുണ്ടെന്നല്ല, പെടാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ ലോട്ടറിയെ എടുക്കാൻ താല്പര്യമില്ലാത്ത ഒരാൾക്ക് ഒന്ന് എടുത്താലോ എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു തോന്നുന്ന അവസ്ഥ വരുമ്പോൾ ഈ ഗ്രഹങ്ങളുടെ അനുകൂലമായ ഗുണസ്ഥിതി നിങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ തോന്നുന്നത്. അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ ഇതുവരെ ഞാൻ എടുക്കാതിരുന്ന ആളല്ലേ, ഇനി എടുക്കുന്നത് അറിഞ്ഞാൽ ആരെങ്കിലും കളിയാക്കുമോ എന്നൊക്കെ ഒന്നും ചിന്തിക്കേണ്ട. അപ്പോഴും തന്നെ 10, 100, 200 എത്ര രൂപ കൊടുത്താലും ലോട്ടറി നിങ്ങൾ എടുക്കുക. ലോട്ടറി ഭാഗ്യം നിങ്ങൾക്ക് വളരെ രീതിയിൽ കടാക്ഷിക്കുന്ന ഒരു വർഷമായിരിക്കും 2025. കാരണം രാഹുവും കേതു തുടങ്ങി എല്ലാ ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതി വരുന്നതിനാൽ തന്നെ
ഒരു ഭാഗ്യം നിങ്ങൾക്ക് കടാക്ഷിക്കും. ബാധ്യതകളൊക്കെ നീക്കുവാനായി അതിലൂടെ തന്നെ നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു വർഷം കൂടിയായിരിക്കും വരാൻ പോകുന്നത് 2025. അതോടൊപ്പം നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ചുരുക്കി പറഞ്ഞ എല്ലാ നക്ഷത്രക്കാർക്കും പല വിധേനയുള്ള ഭാഗ്യങ്ങൾ 2025 തേടി വരുന്നുണ്ട്. അപ്പോൾ ഇതിനു മുന്നേ ഉള്ള സമയങ്ങൾ അനുഭവിച്ച വിഷമങ്ങളൊക്കെയും ഈ സന്തോഷത്തിൻ്റെതായ അവസരങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നതായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിന് പകുതി സമാധാനം എത്തപ്പെടുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു നേട്ടത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ സമയത്തിലേക്കാണ് നിങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കാലെടുത്ത് വയ്ക്കുവാനായി പോകുന്നത്. ഇവർക്കും നേട്ടവും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ. നന്ദി.